Okay, so we will discuss half-life method. Half-life. So then we will denote T-half. T is subscript half-life. Okay. So half-life is our initial concentration. Let's say 10 mole reaction. 10 mole ആണ് ഇനീഷ്യൽ ആയിട്ട് നമ്മൾ റിയാക്ടന്റ് ഉള്ളത്. അത് അതിന്റെ നേർ പകുതി ആവാൻ, അതായത് 10 mole ഉള്ളത് 5 mole ആവാൻ എത്ര ടൈം എടുക്കുന്നോ ആ ടൈം ആണ് എന്ത് ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. ഓക്കേ, ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ it is the time required to reach the concentration half of the initial concentration. Okay, it is the time required to reach the concentration half of its initial concentration. Like നമുക്ക് പറയാം എന്താണ് അല്ലെങ്കിൽ to reach എത്ര 50% conversion. 50% conversion. 50% conversion എന്ന് പറഞ്ഞാൽ x എന്തായിരിക്കും? X is equal to 0.5. Okay, this is what ഇതാണ് എന്ത് ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. ഒരു ഇനീഷ്യൽ ഒരു റിയാക്ടറിന്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ അതിന്റെ നേർ പകുതി ആവാനുള്ള എടുക്കുന്ന ടൈം. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യും, അത് കാൽക്കുലേറ്റ് ചെയ്താൽ അത് നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. സോ അതിനുവേണ്ടി ഞാൻ ജനറൽ ഇക്വേഷൻ nth ഓർഡർ റിയാക്ഷൻ്റെ ജനറൽ ഇക്വേഷൻ എടുക്കുകയാണ്. എന്തായിരുന്നു അത്? 1/CA raised to n-1 minus 1/CA0 raised to n-1 is equal to what? n-1 kT. അല്ലേ? ഇതല്ലായിരുന്നു നമ്മുടെ ജനറൽ ഇക്വേഷന്. ഇവിടെ എന്താണ് CA എന്തായിരിക്കും ഹാഫ് ലൈഫിൽ അറ്റ് T is equal to T-half. T is equal to T-halfിൽ എന്താ സംഭവിക്കുന്നത്? CAൻ്റെ വാല്യൂ എന്തായിരിക്കും? CA is equal to CA0 divided by 2. CA0 divided by 2. ഓക്കെ, T equal to T-halfിൽ CA എന്തായിരിക്കും? CA0 divided by 2. ഞാൻ നേരെ ഇക്വേഷനിൽ പുട്ട് ചെയ്യണം. അപ്പോൾ എന്ത് വരും? 1/CAക്ക് എനിക്ക് എന്താ ചെയ്യാം? CA0 by 2 raised to n-1 minus 1/CA0 raised to n-1 is equal to what? n-1 k into T-half. Right? n-k into T-half. CA0 raised to n-1, denominator 2 raised to n-1, അല്ല 2 raised to n-1. സോ ഈ ഒരു ടേമിനെ ഞാൻ റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ, ഒന്ന് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്താൽ എനിക്ക് കിട്ടും എന്ത്? T-halfിന് മാത്രമായിട്ട് എനിക്ക് കിട്ടണം. ഓക്കെ, T-halfിനെ കിട്ടണം എനിക്ക്. സോ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ എനിക്ക് കിട്ടുന്നത് T-half is equal to 2 raised to n-1 minus 1 divided by n-1 k into CA0 raised to 1 minus n. n-1 k into CA0 raised to 1 minus n. Okay, CA0 raised to 1 minus n. So this is the ഇതാണ് എന്ത് T-halfും ഇനീഷ്യൽ കോൺസെൻട്രേഷൻ തമ്മിലുള്ള റിലേഷന്. നമുക്ക് പറയാം എന്താണ്? T-half is directly proportional to CA0 raised to 1 minus n. ഓക്കെ, CA0 raised to 1 minus n ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണത്. അതായത് ഇപ്പോൾ വ്യത്യസ്ത ഇനീഷ്യൽ കോൺസെൻട്രേഷനിൽ നമ്മൾ അതിൻ്റെ ടൈം കാൽക്കുലേറ്റ് ചെയ്തു. ഇനി പകുതി ആവാനുള്ള ടൈം കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് അതിൻ്റെ റേഷ്യോ എടുത്താൽ നമുക്ക് n പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷനാണ്. ഓക്കെ,
ലെറ്റ്സ് സേ ഒരു ഇപ്പോൾ 10 മോൾ എടുത്തു, 10 മോൾ എടുത്തു. അതിന് എനിക്ക് വേണ്ട ടൈം ലെറ്റ്സ് സേ 5 മിനിറ്റ് ആയിരുന്നു. ഞാനത് 20 മോളാണ് ഇനീഷ്യൽ എടുത്തപ്പോൾ, അത് പകുതി ആവാൻ 10 മോൾ ആവാൻ ഏകദേശം ഒരു ലെറ്റ്സ് സേ 8 മിനിറ്റ് എടുത്തു. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയുന്നത് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ T12 1/T12 എന്ത് വരും? 5/8 is equal to what? 10/20 whole raised to 1 minus n വരും. ഓക്കെ, all raised to 1 minus n വരും അല്ല, ഇതിന് പ്രൊപ്പോർഷണലാണ്. അപ്പോൾ എന്ത് വരും? ഈ ഇക്വേഷനിൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലോഗ് ഉപയോഗിക്കുക. ലോഗ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് എന്നിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. ഇതെങ്ങനെ സോൾവ് ചെയ്യുക? രണ്ട് സൈഡിൽ ലോഗ് എടുത്താൽ മതി അല്ലേ. ln f 5/2 is equal to ln 1 minus n ln ഹാഫ് എന്ന് വരും. 10/20 എന്ന് പറഞ്ഞാൽ ഹാഫ് എന്ന് വരും. അങ്ങനെ നിങ്ങൾക്ക് എന്നിൻ്റെ വാല്യൂ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എന്ത് ജസ്റ്റ് ഞാൻ എന്ത് ചെയ്തു? സോ ഈ ഇക്വേഷനിൽ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്തു അല്ലേ. T12 ഈ ഒരു സൈഡിൽ വരും. ഇപ്പോൾ ഇവിടെ T12 n-1 kനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ എന്ത് വരും? CA0 എന്ത് വരും? 2 raised to n-1 minus 1 ഡിവൈഡഡ് ബൈ CA0 raised to n-1 ആയിരുന്നു അല്ലേ. അതിന് ഞാൻ എന്ത് ചെയ്യാം? CA0 raised to n-1 ഡിനോമിനേറ്ററിലായിരുന്നു, അതിനെ ന്യൂമറേറ്ററിലാക്കാം. എന്ത് ചെയ്താൽ മതി? ഓർഡർ ഷിഫ്റ്റ് ചെയ്താൽ മതി അല്ലേ. മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ CA0 raised to 1 minus n വരും. ഓക്കെ, സോ ഇതാണ് എന്ത് T12 എന്താ പറയുക, ഓർഡറും തമ്മിലുള്ള റിലേഷന്. വ്യത്യസ്ത ഓർഡറുകൾക്ക് ഉള്ള T12. സോ നിങ്ങൾക്കിപ്പോൾ T12 കിട്ടിയെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി, ഓർഡർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി അപ്പോൾ ഈ ഒരു കേസ് ജനറൽ ഇക്വേഷൻ എന്താണ്? ഓർഡർ 1 ആവാത്ത കേസിലായിരുന്നു അല്ലേ. സപ്പോസ് ഫോർ 0 ആണെങ്കിൽ എന്താണ്? n is equal to 0. n is equal to 0 എന്ത് വരും? 2 raised to 0 minus 1. 2 raised to 0 minus 1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? എന്താണ്? T12 is equal to 2 raised to 0 minus 1 ആണ്. 2 raised to minus 1 minus 1 divided by n minus 1 എന്തുണ്ട്? 0 minus 1 minus 1 into k CA0 raised to 1 minus 0. So 1 അല്ലേ. സോ 2 raised to minus 1 എന്ന് പറഞ്ഞാൽ 1/2. 1/2 minus 1 എന്ന് പറഞ്ഞാൽ minus 1/2. ഇവിടെ minus 1 ഉണ്ട്, minus 1/2 minus 1 ഉണ്ട്. അപ്പോൾ എന്ത് വരും? പ്ലസ് 1/2 എന്നാവും അല്ലേ. സോ എന്താണ്? CA0 T12 is equal to CA0 divided by 2k. CA0 divided by 2k. ഓക്കെ, T12 എന്താണ്? CA0 divided by 2k. അപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കാം, എന്താ T12 എന്തിന് പ്രൊപ്പോർഷനാണ്? CA0 പ്രൊപ്പോർഷനാണ് അല്ലേ. T12 is directly proportional to CA0 അല്ലേ. T12 is directly proportional to CA0 ഫോർ എന്തിന്? ഫസ്റ്റ് ഓർഡറിൻ്റെ കേസിൽ. ഇനി ഫോർ സെക്കൻഡ് ഓർഡർ നോക്കാം. ഫസ്റ്റ് ഓർഡർ അവിടെ 0 ഓർഡറിൻ്റെ കേസ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് ഓർഡറിന് നമുക്ക് അൾട്ടർനേറ്റ് ആയിട്ട് വേറൊരു സെപ്പറേറ്റ് വേ നോക്കണം. കാരണം ജനറൽ ഇക്വേഷനിൽ എന്താണ്? n നമുക്ക് 1 കൊടുക്കാൻ പറ്റില്ല. ഇവിടെ ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളിത് ഡിറൈവ് ചെയ്തത് ജനറൽ ഇക്വേഷൻ nth ഓർഡറിൻ്റെ കേസ് വെച്ചിട്ട്. അതായത് nth ഓർഡറിൽ എന്ത് n equal to 1 പോസിബിൾ അല്ല അല്ലേ. സോ 0 ഓർഡർ ഇതാണ്. ഇനി സെക്കൻഡ് ഓർഡർ എന്തായിരിക്കും? സെക്കൻഡ് ഓർഡറിൽ T12 എന്തായിരിക്കും? 2 raised to 2 minus 1 എന്തായിരിക്കും? 2 അല്ലേ. minus 1 divided by n minus 1 is equal to 1 into k CA0 raised to 1 minus n 1 minus 2 minus 1. അപ്പോൾ എന്ത് വരും? T12 എന്തിന് ഈക്വൽ ആയിരിക്കും? T12 is equal to 1 by k CA0 അല്ലേ. സെക്കൻഡ് ഓർഡർ റിയാക്ഷനിൽ എന്തായിരിക്കും? T12 is equal to 1 by k CA0 അല്ലേ. അതായത് T12 എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1 by CA0. അപ്പോൾ ഏത് കേസിലാണ്
ഹാഫ് ലൈഫ് എന്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? സെക്കൻഡ് ഓർഡർ ആയിരിക്കും. സീറോ ഓർഡറിൻ്റെ കേസിൽ ടി ഹാഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സി എ നോട്ട്. ഓക്കെ, ഇപ്പോൾ ജനറൽ ആയിട്ട് ഒരു nth ഓർഡറിൻ്റെ കേസും എക്സാമ്പിളായിട്ട് സീറോ ഓർഡറും സെക്കൻഡ് ഓർഡർ ഡിസ്കസ് ചെയ്തു. ഇനി ഏത് നമുക്ക് കാണാം? നമ്മളിതിൽ വിട്ടുപോയിട്ടുണ്ട് ഒരാളുടെ ആരാണ്? ഫസ്റ്റ് ഓർഡറിൻ്റെ കേസ് അല്ലേ. ഫസ്റ്റ് ഓർഡറിൻ്റെ കേസിൽ നമുക്ക് അതിൻ്റെ റിലേഷൻ എടുക്കാം. സോ n ഈസ് ഈക്വൽ ടു 1 എന്തായിരുന്നു? നമുക്കറിയാം എന്താണ് കൺവേർഷൻ ടേമിൽ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഏതിലെഴുതാം? ജസ്റ്റ് കൺവേർഷൻ ടേമിൽ എടുത്താൽ -ln 1 - xa is equal to kt. ഇതല്ലേ ജനറൽ ആയിട്ട് ഫസ്റ്റ് ഓർഡറിൻ്റെ കേസ്. ഫസ്റ്റ് ഓർഡറിൻ്റെ കേസിൽ ഇതാണ് -ln of 1 - xa is equal to kt. നമ്മൾ കൺവേർഷൻ്റെയും ടൈമിൻ്റെയും ടേമിൽ എഴുതുമ്പോൾ അപ്പോൾ ടി ഹാഫിൽ എന്തായിരിക്കും? അറ്റ് ടി ഈസ് ഈക്വൽ ടു ടി ഹാഫ്. ടി ഹാഫിൽ എന്തായിരിക്കും? എക്സ് എന്തായിരിക്കും? കൺവേർഷൻ എന്തായിരിക്കും? കൺവേർഷൻ പകുതി ആയിരിക്കും അല്ലേ. സോ 0.5 ആയിരിക്കും എന്ത്? എക്സയുടെ വാല്യൂ. എക്സ വിൽ ബി 0.5. ഇത് ഇക്വേഷൻ ഇതിലിട്ട് കൊടുത്താൽ എന്ത് വരും? -ln 1 - xa 1 - 0.5 എന്ന് വരും അല്ലേ. സോ -ln 0.5 is equal to what? kt half. ഓക്കെ, ln 0.1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.5 എന്ന് പറഞ്ഞാൽ 1ലേക്കാളും കുറഞ്ഞ വാല്യൂ ആണല്ലേ. ഫ്രാക്ഷൻ 0ക്കും 1നും ഇടയിലുള്ള ഏത് വാല്യൂൻ്റെ ലോഗ് എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. സോ അതിൻ്റെ വാല്യൂ വരുന്നത് 0.693 സംതിങ് ആണ്. 0.693 വരിക. സോ എന്ത് വരും? സോറി, നെഗറ്റീവ് -0.693. ഓക്കെ, സോ ഇവിടെ പുറമെ ഓൾറെഡി ഒരു നെഗറ്റീവ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് എഴുതാൻ പറ്റും എന്ത്? ടി ഹാഫ് ഈസ് ഈക്വൽ ടു 0.693 ഡിവൈഡ് ബൈ k. Okay, t half is 0.693 divided by k. ഇതാണ് എന്ത്? ഫസ്റ്റ് ഓർഡറിൻ്റെ കേസിൽ ടി ഹാഫ് പകുതി ആവാനുള്ള ടൈം എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഈ ഒരു റിലേഷനിൽ സി എ നോട്ട് എന്നുള്ളൊരു ടേം ഇല്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്? ടി ഹാഫ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. ടി half is independent of CA naught അല്ലെങ്കിൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഇൻഡിപെൻഡൻ്റ് ആണ്, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ടി ഹാഫ്. പക്ഷെ വേറെ ഏത് റിലേഷൻ എടുക്കുകയാണെങ്കിലും ഡിപ്പെൻഡൻസി ഉണ്ട്. എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക? CA naught raised to 1 - n എന്നുള്ള ആ ഒരു രീതിയിലായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുക ടി ഹാഫ്. ഓക്കെ, അതായത് ഇനീഷ്യൽ ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ 10 മോൾ എടുത്ത് റിയാക്ഷൻ ചെയ്താലും നമ്മൾ 20 മോൾ എടുത്ത് റിയാക്ഷൻ ചെയ്താലും ടൈം എന്തായിരിക്കും? പകുതി ആവാനുള്ള ടൈം എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും 0.693 by k. നേരെ മറിച്ച് ബാക്കി ഏത് റിയാക്ഷൻ എടുത്താലും ഇത് ഇനീഷ്യൽ നമ്മൾ എത്ര കൊടുക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുക എന്ത്? പകുതി ആവാനുള്ള ടൈം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് എന്ത്? ടി ഹാഫും നമ്മുടെ വ്യത്യസ്ത ഓർഡറുകൾ തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, ഇനി ഇപ്പോൾ ഹാഫ് ലൈഫ് മെത്തേഡ് ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടെന്ന് വിശ്വസിക്കുന്നത്. എന്താണ്? പകുതി ആവാനുള്ള ടൈം. ഇനി വേറൊരു മെത്തേഡാണ്. നമുക്ക് എപ്പോഴും പകുതി ആവാനൊക്കെ ടൈം നോക്കുകയാണ് ചിലപ്പോൾ ചില കേസിൽ ചിലപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. കാരണം ചിലപ്പോൾ പകുതിയൊന്നും നമ്മളെ റിയാക്ഷൻ ചിലപ്പോൾ പോസിബിൾ ആയിരിക്കില്ല. സോ അതുകൊണ്ട് തന്നെ പകുതി ആവുക എന്നുള്ളതിന് പകരം നമുക്ക് എത്ര പാർട്ട് ആയാലും കാണുന്ന രീതിയിലേക്ക് ഇക്വേഷനെ മാറ്റണം. ഓക്കെ, സോ ആ ഒരു മെത്തേഡാണ് ഫ്രാക്ഷണൽ ലൈഫ് മെത്തേഡ് അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ടൈം. സോ ഫ്രാക്ഷണൽ ലൈഫ് എന്ന് പറഞ്ഞാൽ time required to it is the time required to fraction life anale it is the time required to
to reach okay, it is a time required to reach f fraction, a particular fraction ആവാനാണ്. ഇപ്പോൾ ഫ്രാക്ഷൻ പകുതി ഹാഫ്, അപ്പോൾ എന്ത് വരും? എഫ് എന്ത് വരും? 0.5 വരും. ഓക്കെ, പകുതിയായി മാറുക എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ എത്രയായി മാറുക? 0.5 ആയിട്ട് മാറുക. സോ ജനറലി നമ്മൾ കൊടുക്കുന്ന ഇതിന് നേരത്തെ ടി ഹാഫിന് ടി പിന്നെ ഒരു സബ്സ്ക്രിപ്റ്റ് ആയിട്ട് ഹാഫ് എന്ന് കൊടുത്തു. ഇവിടെ നമ്മൾ ടി എഫ് എന്ന് കൊടുക്കും. ഓക്കെ, ടി എഫ് എന്ന് കൊടുക്കും. സോ ഞാൻ നേരത്തെ പോലെ ഡിറൈവ് ഡയറക്റ്റ് ആയിട്ട് റിലേഷൻ ചെയ്താണ്. ടി എഫ് ഈസ് ഈക്വൽ ടു എഫ് റൈസ് ടു f raised to 1 minus n minus 1 divided by n minus 1 k into ca naught raised to 1 minus n. Okay. Okay. അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങൾ ഹാഫ് പകുതി ഫ്രാക്ഷൻ ആവുക, അതായത് എഫ് ഇസ് ഈക്വൽ ടു 0.5 ആവാൻ നിങ്ങൾ ഇതിലിട്ട് കൊടുത്താൽ 0.5 റൈസ് ടു 1 മൈനസ് n എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0.5 റൈസ് ടു 1 മൈനസ് n എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 0.5 എന്ന് പറഞ്ഞാൽ 1/2 റൈസ് ടു 1 മൈനസ് n. ഇതിന് എനിക്ക് 1/2 എനിക്ക് 2 റൈസ് ടു മൈനസ് 1 എഴുതാം. അപ്പോൾ ഇത് എന്തിന് ഈക്വൽ ആയിരിക്കും? 2 റൈസ് ടു n മൈനസ് 1 അല്ലേ? 2 റൈസ് ടു n മൈനസ് 1. സോ എഫിൽ ഇവിടെ 0.5 എന്നിട്ട് കൊടുത്താൽ നമ്മുടെ ഹാഫ് ലൈഫ് എന്തായി മാറും? ഫ്രാക്ഷൻ ലൈഫ് എന്തായി മാറും? ഹാഫ് ലൈഫായി മാറും. ഓക്കെ, അപ്പോൾ ഇത് പറഞ്ഞാൽ ജനറൽ ആയിട്ടുള്ള കേസാണ്. ഏത് ഫ്രാക്ഷനായി മാറുന്ന ടൈമും എന്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ലെറ്റ്സ് സേ f is equal to 0.5 പകുതി ആവാൻ വേണ്ടിയിട്ട് എന്തായിരിക്കും? ടി ഹാഫ് എന്തായി ടി എഫ് is equal to ടി ഹാഫ് അല്ലേ? ടി എഫ് is equal to ടി ഹാഫ്. ഓക്കെ, ടു റീച്ച് എന്താണ്? ടു റീച്ച് ആ ഒരു ഫ്രാക്ഷനിലാണ് പറഞ്ഞത്. അതായത് എന്താണ് ഇവിടെ ഇപ്പം എന്താണ്? 50% കൺവേർഷൻ അല്ലേ? 50% കൺവേർഷൻ. ഓക്കെ, ലെറ്റ്സ് സേ ഒരു 75% കൺവേർഷൻ ആണെങ്കിലോ, സപ്പോസ് 75% കൺവേർഷൻ, നടന്നു പറഞ്ഞാൽ എന്താണ്? ഇവിടെ 50% കൺവേർഷൻ നടന്നു കഴിഞ്ഞാൽ എത്ര ഇപ്പോൾ ഉള്ളത്? 50% പോയാൽ ബാക്കി 50% അവിടെ ഉണ്ടായിരിക്കും അല്ലേ? സോ ടു റീച്ച് 50% എന്തായിരിക്കും? ടി ഹാഫ്. ടി എഫ് എന്തായിരിക്കും? ടി ഹാഫ് ആയി മാറും. ഈ 75% കൺവേർഷൻ എന്ന് പറഞ്ഞാൽ 75% കൺവേർട്ടായി പോയി. ഓക്കെ, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഇപ്പോൾ 10 മോൾ ഉണ്ടെങ്കിൽ അതിൽ 7.5 മോളും എന്ത് കൺവേർട്ടായിട്ട് പുതിയ പ്രൊഡക്റ്റ് ആയിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. സോ ബാക്കി എത്ര പെർസെൻറ്റേജ് ഉണ്ടായിരിക്കുക? 25% ആണ് ഉണ്ടായിരിക്കുക അല്ലേ? സോ അതായിട്ട് മാറാനാണ് എത്ര ടൈമാണെന്നാണ് നമ്മൾക്ക് അറിയേണ്ടത് അല്ലേ? സോ 75% കൺവേർഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എഫ് എന്തായിരിക്കും? എഫ് 0.75 ആവുക അല്ല, എഫ് എന്തായിരിക്കും? എഫ് വിൽ ബി വാട്ട്? എഫ് ഇസ് ഈക്വൽ ടു 0.25. ഓക്കെ, കാരണം എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ഫ്രാക്ഷന് എത്താൻ വേണ്ടിയിട്ടുള്ള അല്ലേ? അല്ലെങ്കിൽ അത്രയും ഫ്രാക്ഷൻ കൺവേർട്ടായി പോകാനുള്ള ടൈമല്ല, ഒരു പർട്ടിക്കുലർ ഫ്രാക്ഷൻ എത്താനുള്ള ടൈമാണ് എന്ത് നമ്മുടെ ടി ഹാഫ് ഉദ്ദേശിക്കുന്നത്. 50% കൺവേർഷൻ നടന്നു കഴിഞ്ഞാൽ 50% ഇവിടെ ഓൾറെഡി എത്തി അല്ലേ? 50% പോയി, 50% റിമൈനിങ് ഉണ്ട്. 75% കൺവേർഷൻ എന്ന് പറഞ്ഞാൽ 75% കൺവേർട്ടായി പോയി, ബാക്കി ഇവിടെ എപ്പോൾ ഉള്ളത്? 25 ഫ്രാക്ഷനാണുള്ളത്, 25% ഫ്രാക്ഷനാണുള്ളത്, അല്ലെങ്കിൽ 0.25 ഫ്രാക്ഷനാണ് ഇപ്പം ഉള്ളത്. സോ അത് എത്താൻ വേണ്ട ടൈം എന്ന് പറഞ്ഞാൽ 75% കൺവേർഷൻ നടക്കാൻ വേണ്ട ടൈം രണ്ടും ഒന്ന് തന്നെ അല്ലേ? 0.25 ഫ്രാക്ഷൻ എത്താൻ വേണ്ട ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? 75% കൺവേർഷൻ നടക്കാൻ വേണ്ട ടൈം. അല്ലെങ്കിൽ ഇപ്പോൾ 60% കൺവേർഷനുള്ള ടൈം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇഫ് എന്താണ് 60% കൺവേർഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 60% കൺവേർഷൻ നടക്കാൻ വേണ്ട ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പം എത്ര? 40% റിമൈനിങ് ഉള്ളത് അല്ലേ? അപ്പോൾ 40% എത്താൻ വേണ്ട ടൈം, ഇനീഷ്യലിൽ നിന്ന് 40% എത്താനുള്ള ടൈം അല്ലേ? സോ എഫ് എന്തായിരിക്കും? എഫ് എന്ന് പറഞ്ഞത് 60% കൺവേർട്ട് ചെയ്ത് പോയാൽ ബാക്കി എത്ര ആയിരിക്കും? 0.4 ആയിരിക്കും അല്ലേ? 0.4 ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം?
60% കൺവേർഷൻ്റെ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ത് ചെയ്താൽ മതി? ഇവിടെ എഫിൻ്റെ സ്ഥാനത്ത് 0.4 ഇട്ട് കൊടുത്താൽ മതി. 0.4 റേസ് ടു ഏതാണ് ഓർഡർ? -1 CA naught റേസ് ടു 1 - n. സോ ഇവിടെ എന്താണ്? CA naught പ്രൊപ്പോർഷനാലിറ്റി എന്താ? റേസ് ടു 1 - n ആണ്. ഓക്കെ. സോ ഇനി ഇഫ് എന്താണ് ലെറ്റ്സ് സേ 10% കൺവേർഷൻ നടന്നിട്ടുള്ളൂ. 10% കൺവേർഷൻ. സോ 10% കൺവേർഷൻ എന്തായിരിക്കും? എഫ് എന്തായിരിക്കും? 10% പോയി, റിമൈനിങ് എന്തായി? 0.9 അല്ലേ? 0.9 റീച്ച് ചെയ്യാനുള്ള ടൈം അഥവാ 10% കൺവേർട്ട് ആവാനുള്ള ടൈം. സോ എഫ് ഇസ് ഈക്വൽ ടു വാട്ട്? 0.9. ഓക്കെ. സോ ഇതാണ് എന്ത്? ഫ്രാക്ഷൻ ലൈഫ് മെത്തേഡ്. ഇവിടെ ഫ്രാക്ഷൻ ലൈഫ് മെത്തേഡിൽ 0.5 കൺവേർഷൻ എഫ് 0.5 ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഹാഫ് ലൈഫ് കിട്ടും. ഓക്കെ. സോ ദിസ് ഇസ് വാട്ട് ഫ്രാക്ഷൻ ലൈഫ് മെത്തേഡ്. സോ ഇങ്ങനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഏതാണ് ഓർഡർ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. നമ്മളിങ്ങനെ റിയാക്ഷനിൽ പകുതി ആവാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രാക്ഷൻ ആവാനുള്ള ടൈം 2 വ്യത്യസ്ത കോൺസെൻട്രേഷനിൽ കണ്ടുപിടിക്കുന്നു. അങ്ങനെ ഈ ഒരു റിലേഷനിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്നിൻ്റെ വാല്യൂ എന്താണ്? ഏതാണ് വാല്യൂ? 1 ആണോ, 1.2 ആണോ, 1.5 ആണോ, 0.5 ആണോ, ഏത് വാല്യൂ ആണോ വെച്ചാൽ കിട്ടും. ഓക്കെ. സോ ദിസ് ഇസ് ഫ്രാക്ഷൻ ലൈഫ് മെത്തേഡ്.